കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടി ബൈക്ക് വെച്ചിരിക്കുന്നതിനെ തുടർന്നുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സിവിൽ പോലീസ് ഓഫീസർമാരാണ് തമ്മിലടിച്ചത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴായിരുന്നു സംഭവം? നിയമപാലകർ തമ്മിലാണ് ഈ ഒരു തമ്മിലടി. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടയം ചിങ്ങവനം ജനമൈത്രി പോലീസിലാണ് സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിൽ പരസ്പരം അടിപിടി കൂടുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ബൈക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 ഓഫീസർമാർ തമ്മിൽ തർക്കം ആരംഭിച്ചതാണ്. പിന്നീട് SI എത്തിക്കൊണ്ട് ആ തർക്കം പരിഹരിച്ചു. പക്ഷേ സ്റ്റേഷനുള്ളിലേക്ക് കടന്നതിന് ശേഷം അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പോലീസുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെട്ടു. അതിൽ ഒരു ഉദ്യോഗസ്ഥനെ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. മറ്റേ ഉദ്യോഗസ്ഥൻ ഇയാളെ ജനലിൽ ഉൾപ്പെടെ പിടിച്ച് തലയിടിപ്പിക്കുന്ന രീതിയിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നിലവിൽ അക്രമത്തിനിരയായിട്ടുള്ള ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് ഓടി SIയുടെ റൂമിലേക്ക് മാറുകയും പിന്നീട് അവിടെ നിന്നും സ്റ്റേഷന് പുറത്തേക്ക് ഓടിപ്പോവുകയും ഒക്കെ ചെയ്തതായിട്ട് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പോലീസ് ജീപ്പിൽ തന്നെ ആ പരിക്ക് പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ചികിത്സ നൽകിയ ശേഷം ഈ സിവിൽ പോലീസ് ഓഫീസർ മടങ്ങി സ്റ്റേഷനിൽ എത്തിയെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പക്ഷേ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളോ വിശദാംശങ്ങളോ നൽകാൻ തയ്യാറാകുന്നില്ല മാധ്യമങ്ങളോട്. ഒപ്പം ഇത് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഈ വിവരം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വകുപ്പ് തലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. നിലവിൽ ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അന്വേഷിച്ചതിന് ശേഷം ഈ സംഘർഷത്തിൽ കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് വകുപ്പ് തലത്തിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോകുൽ, ഈ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ഒപ്പം തന്നെ എന്ത് നടപടിക്കാണ് സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിലുള്ള ഒരു തമ്മിലടിയിൽ സാധ്യത? അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അന്നേരം തന്നെ ഇദ്ദേഹത്തെ പുറത്തേക്ക് ഓടി ഇദ്ദേഹത്തെ പോലീസുകാർ തന്നെ പോലീസ് ജീപ്പിൽ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നല്ല മെച്ചപ്പെട്ട ചികിത്സ നൽകി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നിലവിൽ ഇവിടെയുള്ളവർ നൽകുന്ന വിശദീകരണം. അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ മാധ്യമങ്ങളോട് പറയാൻ ഇതുവരെയും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോലീസിന്റെ തലത്തിൽ ഉന്നത തലത്തിൽ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലൊരു അന്വേഷണ ഉത്തരവ് എത്രയും വേഗം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് കാരണത്താലാണ് സംഘർഷം ഉണ്ടായത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ അന്വേഷണങ്ങൾ നടത്തി ഒരുപക്ഷെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടും നടപടി ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളാണ് ഇത്തരം കേസുകളിൽ സാധാരണയായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ ചുമത്തപ്പെടാറുള്ളത്. എന്തായാലും ഈ കേസിൽ അന്വേഷണം നടത്തിയതിനു ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തന്നെയുള്ള നടപടികൾ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. ഗോകുൽ, അതായത് സംഭവത്തിൽ ദൃക്സാക്ഷികളുടെ വിവരണം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. പോലീസിന്റെ ഔദ്യോഗികമായ ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ലേ? ഇല്ല, ഇത് പോലീസിന്റെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് തന്നെ അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. നമ്മൾ അന്വേഷിച്ചിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരോടക്കം ഈ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ ആ സമയം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ചില ആളുകളാണ് നമ്മളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അവർ കണ്ടത് ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ ചോര ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നതാണ് ഈ അവിടെ നിന്നിരുന്ന ദൃക്സാക്ഷികൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ നൽകുന്ന വിവരം അനുസരിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. എന്തായാലും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ തർക്കമുണ്ടായത്. ആ തർക്കം സ്റ്റേഷന് പുറത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ തന്നെ SI ഇടപെട്ടുകൊണ്ട് ആ തർക്കം പരിഹരിച്ചു. അവരോട് മാറിപ്പോകാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് 2 പോലീസ് ഉദ്യോഗസ്ഥരും അകത്തേക്ക് കയറി വന്നിട്ട് ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടായി. അത് വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ തല പിടിച്ച് ഇടിപ്പിക്കുന്ന സാഹചര്യം. പോലീസ് സ്റ്റേഷനിലാണ് പോലീസുകാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഒരു പോലീസുകാരന് പരിക്കുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങളാണ് കോട്ടയത്ത് നിന്ന് ഗോകുൽ നൽകിയത്.